ജസ് ഇതാണ് ഇവിടുത്തെ വെള്ളം. അത്രയും കലങ്ങിയ വെള്ളം, അത്രയും എന്റെ ദൈവം, ഞാനിത് എന്ത് പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്ത് പറഞ്ഞത് നിങ്ങളെ ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എന്താണ് നടന്ന് ഭേദമന്യേ എല്ലാവരും ഉണ്ട്. എല്ലാ പ്രായക്കാരിലും ഇവിടുന്നൊക്കെയാണ് ഡ്രസ്സ് മാറി കുളിക്കണത്. അപ്പോൾ അതില് ഡ്രസ്സൊന്നും ഇല്ലാണ്ടൊക്കെ നമ്മൾ ഇപ്പൊ ലൈവായിട്ടല്ലേ കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് വീടെടുക്കുന്നത് വലിയ നമ്മൾ അന്നപൂർണ്ണ ഭോജനശാലയാന്നിട്ടൊരു ഭോജനശാല എന്നാണ് കേട്ടോ. ഒരു സ്ഥലത്ത് വന്നേ കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. അത് നമ്മളെ നല്ല വിശന്നു, അതേ വിശന്ന് പൊരിച്ചിരിക്കുകയാണ്. നമ്മൾ കുറേ നടന്നു, വണ്ടി ഇറങ്ങിയിട്ട് കുറേ നടക്കാൻ കേട്ടോ, എല്ലാം ബ്ലോക്കാണ്. അപ്പോൾ അതാ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കുക കേട്ടോ. നമ്മളിപ്പോൾ വേറെ ഹോട്ടല് ഫുള്ള് തട്ടടയ്ക്കാണ്, അവിടെ അത്ര ക്ലീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് കയറി റൈസ് കഴിക്കാൻ വെച്ചിട്ട്. ഇപ്പോൾ ഇത് ശ്രീ അവിടെ ഒരു ബില്ലൊക്കെ അടിക്കണം, ആ ബില്ല് കൊടുത്താലും ഇവന്മാർക്ക് ഫുഡ് കൊണ്ടിട്ടുള്ളൂ. എത്ര നേരമായി വെയിറ്റ് ആക്കണോ, ഇവന്മാർ വന്നിട്ടുണ്ടില്ല. ഇവന്മാർ അങ്ങോട്ട് വടക്കണം ഇങ്ങോട്ട് വടക്കണം, നമ്മളെ മൈൻഡ് ചെയ്യാനുള്ള ആ ബില്ല് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റൈസുണ്ട്, താളി എന്നാ പറയുക കേട്ടോ, ചെറിയ ഒരു പ്ലേറ്റിന് 100 രൂപയാണ് വില. നമ്മളിപ്പോൾ 200 എടുത്തു. പിന്നെ റൊട്ടിയൊക്കെ ഉണ്ട്, റൊട്ടി നമ്മൾ മേടിച്ചില്ല, നമ്മൾ റൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്തൊക്കെ വരും എനിക്ക് അറിയില്ല. ഇവിടെ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടാ. ചോറ്, നല്ല അളിഞ്ഞ ചോറ്, ഇത് മറ്റേ വെള്ളക്കടല, പരിപ്പ് കറി, പിന്നെ എന്തോ ഒരു മറ്റേ ലൈക്ക് ഇത് ചീരയൊക്കെ പോലത്തെ എന്തോ കറിയാണ്. അത് ഇവിടുത്തെ എന്തോ മെയിൻ ഐറ്റം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഇവിടെ എക്സ്ട്രാ കഴിക്കണത് ഞങ്ങളെ കയ്യിലുണ്ടായ വെള്ളം കേട്ടോ, ഇത് ഛർദ്ദിച്ചാണ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങിയത് ആ ഗ്രൗണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീ ഇവിടെ ഉണ്ട്, നല്ല വെയിലാണ്. ഫുഡ് കഴിച്ചപ്പോൾ ഒരു എനർജിയൊക്കെ വന്ന് എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ കണ്ട് തിരിച്ചു പോകാൻ കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് വണ്ടി കിട്ടത്തില്ല, ഇനി 3 കിലോമീറ്റർ അപ്പുറം നടക്കണം, എന്നാലേ ഓട്ടോ കിട്ടത്തുള്ളൂ. ഇവിടെ ഫുൾ ബ്ലോക്ക് ബൈ. കൊള്ളാട്ടെ ഇത് ഡിസ്പ്ലേ ഒക്കെ, പക്ഷെ ഇതൊക്കെ കാസോടൊക്കെ വരുന്നതാ, അത് വലിയ അത്ഭുതമായി ഒന്നും കാണാനില്ല. ഇത് വാരണാസിയിൽ ആരതി കേട്ടോ, അത് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഏത് ദിവസങ്ങളെന്ന് അറിയില്ല. എന്തൊക്കെ കൊണ്ടിട്ട് ഇതൊക്കെ എന്താണോ മനസ്സിലാവണല്ലോ. ഡിസ്പ്ലേയിൽ ചില മീനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കുപ്പിയിലിട്ടിട്ട് എന്തോ ലിക്വിഡിൽ ഇട്ട് വെച്ചേക്കണാണ്. കുറേ തരം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, എന്താ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിയാണ് എല്ലാത്തിനും പറഞ്ഞുതരാൻ. എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇത് ഗംഗയിൽ പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഗംഗയിലുള്ള മീനുകളാണ്. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളായി തോന്നുന്നുണ്ട് ഇട്ടിട്ട് വെച്ചിട്ട്. കണ്ടിരുമ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അതായത് പേര് കുറച്ച് പാടാണ് അത് വായിക്കാനൊക്കെ. പാമ്പ് പോലത്തെ മീനൊക്കെ ഇല്ല എന്തോ ലിക്വിഡിലെന്നൊക്കെ വെച്ചാ. ഇതാരാന്ന് അപ്പുറത്ത് അവിടെ ഒരു വെറൈറ്റി സാധനണ്ടേ, ഒന്നാ കാണിച്ചു തരാം. കൊള്ളാട്ടാ എൻ്റെ മോൻ, ഇത് ചുരുട്ടി കൂട്ടി ഇട്ടേക്കാണ് കേട്ടോ, അതിൽ നല്ല വലിപ്പുണ്ടാവും മീന്. ഓക്കെ, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇങ്ങനെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, IIT ഡൽഹി, എന്തൊക്കെയോ ഉണ്ട്. പ്രൊമോഷൻസും അതും ഇതൊക്കെയാന്ന് തോന്നുന്നുണ്ട് കോളേജിൻ്റെ ഒക്കെ. ഇവിടെ മുതലുണ്ട്, സിമെന്റിലാക്കാൻ തോന്നുന്നു കേട്ടോ, സിമെന്റ്. ഇത് വാരണാസിയിലൊരു ഡെമോ ചെയ്ത് വെച്ചേക്കണം കേട്ടോ, റെഡ് അക്കൗണ്ട്. പക്ഷെ ഇത് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ഇത് പ്രയാഗട്ട്, ജാൽസങ്ങട്ട് എല്ലാം ഉണ്ട് കേട്ടോ, കുറേ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞു ഗണപതിയുണ്ട്, കൊള്ളാട്ടോ. എല്ലാം നല്ല ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ടോ കേട്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട്, മൊത്തത്തിൽ അടിപൊളിയുണ്ട്. ഇത് അങ്ങനെ അടുത്ത കോളത്ത്, ഇത് അതിലാണ് നമ്മൾ നേരത്തെ കയറിയത്. ഇത് അടുത്താണ്, ഇവിടെ എന്തോ എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ്. യോഗി ആദിത്യനാഥ്, നരേന്ദ്രമോദി സാറിൻ്റെ ഒക്കെ ഫോട്ടോ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. നൈസ്, ഭയങ്കര പൊടിയാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇട്ടത്. കൊള്ള മറ്റേ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ലോക്കൽ സ്ഥലമാണ്. ഇത് കൊള്ളാട്ടോ ഇവിടെ ഡിസ്പ്ലേ. ഇവിടെ എന്തൊക്കെയോ കാര്യമായ, അതായത് നല്ല രസമുണ്ടല്ലേ.
കൊള്ളടാ, ഇതെന്തൊക്കെയോ വെച്ചിട്ടുണ്ടോ ഡിസ്പ്ലേയിൽ ഫ്രണ്ടിൽ രണ്ട് വശത്തായിട്ട്. പുരാതനമായ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശില്പങ്ങളും അത് പല മരത്തിൻ്റെ ഉണ്ട്, മണ്ണിൻ്റെ ഉണ്ട്, കൽവിളക്ക് എന്തൊക്കെയോ ഉണ്ട്, ഓടിൻ്റെ എന്തൊക്കെയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നല്ല നീറ്റ് സാധനങ്ങൾ കേട്ടോ. ഇതിനിപ്പോൾ നോട്ട് ഫോർ സെയിൽ ചെയ്തിട്ടുണ്ട്, ഓൺലി ഫോർ ഡിസ്പ്ലേ. ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം ഇട്ടാണ്, കണ്ടിട്ട് പോവാ, അത്രേ ഉള്ളൂ. ഈ ഏരിയ മൊത്തം ഷോപ്പിങ്ങിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതൊക്കെ സ്കിപ്പാക്കുന്നുണ്ട് കൂടുതൽ, അതാണ് ഒന്നും കാണിക്കാത്തത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കുറേ സാധനങ്ങളും അത് ഇതൊക്കെയാണ്. നല്ലത് എന്തെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ബൈ. മുടിയൊക്കെ അലമ്പായി, മുടിയെല്ലാം. ഇവിടെ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. നല്ല പൈസയാണ്, അതുകൊണ്ട് നമ്മൾ നോക്കണില്ല. പിന്നെ ഇങ്ങനത്തെ പണ്ടത്തെ ഓൾഡ് ഫാഷനൊന്നും എനിക്ക് വർക്കാവില്ല, ഉപകാരമില്ല, അതുകൊണ്ടാട്ടോ കാണിക്കാത്ത. സ്ഥിതി അവിടെ ആരോടും മിണ്ടുന്നുണ്ട്, മലയാളിയോ നമ്മളൊക്കെ ആയിരിക്കും കേട്ടോ. എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ ഉണ്ട് ഗീസ്, പക്ഷെ അന്യായ പൈസയാണ്. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് മേടിച്ചാൽ മതി. ഇവിടെയൊക്കെ ഫ്രെയിംസ് ഒക്കെ കിട്ടില്ല കേട്ടോ. വെരി വെരി നൈസ്. നടന്ന ചത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ശ്രീയോടെ പോയി, അതുകൊണ്ടല്ലേ ഞാൻ കണ്ടില്ല പെട്ടെന്ന്. ഈ വഴി അവസാനിക്കും വരെ മിസ്സായാല് ഒരു 15 മിനിറ്റ് ഉണ്ട്. ഇവിടെയോ? അല്ല, നോക്കാം, നമ്മള് മിസ്സാവാൻ നോക്കാം. അതല്ല നടന്ന് ഉപ്പാടല്ലേ, അതായത് എത്ര ഒന്നാമത് ക്രൗഡും. അതെ, നമ്മളിപ്പോൾ 4 കിലോമീറ്റർ നടന്നു പിന്നെ ഇതിന്റെ അവസാനം അങ്ങോട്ടൊന്നും ഒരു പിടുത്തില്ല. എവിടെ നോക്കിയ പരിപാടിയാണ്. ചങ്ങായി അതാണോ? അല്ല, പക്ഷെ ചങ്ങായി വെച്ച പോലെ ഉണ്ട് കേട്ടോ. ഇത് എങ്ങട്ടാ പോന്ന് പണ്ടാറ് ദേഷ്യം വരുന്നുണ്ട്. അഗോരിസ് കിതറ ബായ്. നമ്മൾ അഗോരിസിന് കാണാൻ വേണ്ടി പോവാട്ടോ. അഗോരിസിനെ കണ്ടിട്ടാ നമ്മൾ ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ആൾക്കാരൊന്നും. ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോ കേരളത്തിലൊക്കെ ഉള്ളതാ, നമ്മളവിടെ ഒക്കെ. എന്റെ മോനെ പോയിട്ടോ, ആ ബാറിൽ 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് തൂക്കി കിടക്കുകയാണെങ്കിൽ 6 കിട്ടും. ഗെയിം എൻട്രിക്ക് 100 രൂപ. അവൻ പോയി കേട്ടോ. ഞാൻ അവന്റെ പവർ കണ്ടിട്ട് പറ്റും. മച്ചാൻ പോണ്ടോ, നമ്മളെ വീക്കാണ് ഹെൽത്ത്, അതാണ്. എനിക്കിത് അങ്ങനെ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നടക്കുന്നതായിരിക്കും, പക്ഷെ ട്രിക്കാണത്. 120 സെക്കൻഡ് എഴുതി വെച്ച് നടപടി ആവില്ല. ഇത് ഒരു 50 പേരിൽ ഒരാൾക്കൊക്കെ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ജിമ്മിൽ പ്രോപ്പറായിട്ട് പോകുന്നവർക്കൊക്കെ പറ്റുമായിരിക്കും. എന്റെ പൊന്നോ മക്കള, ഞങ്ങളിപ്പോ തന്നെ 5-6 കിലോമീറ്റർ നടന്നു. ഇപ്പൊ തീരെ വെച്ച് നടന്നാണ്. ഇത് ശരിക്കും വണ്ടടിച്ചു പോയടാ. വണ്ടെന്ന് പറഞ്ഞാൽ വണ്ടടിച്ചു. കാരണം ഇവിടെ കടക്കനാണ് നിൽക്കുന്നത്, ഫോണിൽ കൂടെ പറ്റിയ കാണില്ല. ഇവിടെ ഇതിന്റെ എൻഡ് വരെ ഉണ്ട്. അതായത് ഞാൻ ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എൻഡ് വരെ ഇതിന്റെ പരിപാടികളാണ് മൊത്തം. അതും ഇതുണ്ട്, എന്നും തേങ്ങ മാങ്ങ ചക്ക എല്ലാം ഉണ്ട്. ഇതെന്ത് മെയിൻ എൻട്രൻസിലേക്ക് എത്തിയുള്ളൂ. നമ്മൾ 6 കിലോമീറ്റർ നടന്നിട്ട് എത്തി, 5-6 കിലോമീറ്റർ നടന്ന്. എന്റെ ചെങ്ങായി നോക്കിയാ പാലം പിടിച്ച് താൻ. അതിനാണ് ഫുള്ള് ബ്ലോക്ക് വെച്ചാ പാലത്തില്. ഇത് ശരിക്കും വണ്ടറായി പോയിട്ടാ. എന്റെ മോനെ വണ്ടറായി പോയി. എന്റെ മോനെ ഒരു രക്ഷയില്ല. അജാതി വ്യൂ ആയിരുന്നു ഇവിടുന്ന്. അജാതി വ്യൂ ആയിരുന്നു കാണാൻ പറ്റണത്. ഇത് എന്താണ് ആഗ്രഹിച്ചത്? എനിക്ക് മടുത്ത് സത്യമല്ല, നടന്ന് മടുത്ത്. എവിടെ വലിയ അങ്ങോട്ടാ പോവാ, എനിക്കൊരു പിടിക്കില്ല. എന്റെ മോനെ എവിടെ നമ്മളിങ്ങനെ അങ്ങനെ തിരിച്ചു പോവാ. പാട്ട് ലൈറ്റ് അടിക്കുന്ന വെച്ചാ കാണുന്നില്ല. വെച്ചാ ലൈറ്റ് അടിക്കുന്ന അത് കിട്ടുന്നില്ല.
എന്തൊക്കെച്ചാ 144 വർഷം കൂടിയാണ് സംഭവിക്കുക. ഈ മഹാകുംഭമേള സംഭവിക്കാതെ വെറുതെ കേസ് അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നല്. ഇതൊരു വൺ ടൈം വണ്ടറാണ്. UP സർക്കാർ അതായത് മൊത്തം ഇതിനായിട്ടുള്ള അത്രയും ചെലവഴിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു 5 മടങ്ങായിട്ട് അവർ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇതൊരു ബിസിനസ് ആണല്ലോ. അപ്പോൾ എന്നാൽ ഈ ആൾക്കാരൊക്കെ ഇനി തിരിച്ച് സ്റ്റേഷനിൽ വരാൻ ചാൻസ് ഉണ്ടാവുന്ന എനിക്ക് പേടി. എവിടെ നിന്നൊക്കെയുള്ള ജനങ്ങൾ എത്രത്തോളം സർക്കാരിൻ്റെ ഇത്തവണത്തെ കണക്കനുസരിച്ച് 40 കോടി ജനങ്ങളാണ് ഇവിടെ എത്താൻ പോണത് ഈ പരിപാടിക്ക്. അതെന്തായാലും ഉണ്ടാവും കേട്ടാ. അത്ര ഉണ്ട്. ബൈ ബൈ. ഇതെന്നെ നടക്കട്ടെ. ഇവിടെ മൊബൈല് അത്ര സേഫ് അല്ലാടാ. നമ്മളോട് കണ്ടവരൊക്കെ പറഞ്ഞ മൊബൈൽ ബേസ് നോക്കണം. അതുകൊണ്ട് ഞങ്ങള് എല്ലാ വിഷയൊന്നും എടുക്കുന്നില്ല. കുറേ ഉണ്ട് എടുക്കണമെങ്കിൽ ഒരു 50 ബ്ലോഗൊക്കെ വേണ്ടി വരും. ഞങ്ങൾ അത്രയും മെയിൻ ആയിട്ടുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല മൊബൈൽ അടിച്ച് പോയാൽ ഞങ്ങൾ തപ്പിയ പോലും കിട്ടില്ല, ഓടാൻ പറ്റില്ല, ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റിസ്ക്കാണ്. എന്റെ ദൈവം, ഞാനിത് എന്ത് പറയാതെ എനിക്ക് അറിയില്ല കേട്ടോ. എന്ത് പറഞ്ഞത് നിങ്ങളെ ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇതൊരു ജാതി സംഭവമാണ്. ഇവിടെ മൊത്തം ക്രൗഡായിട്ട് ഇതാണ് മൊത്തം വേസ്റ്റ്. അയ്യോ ശ്രീ ഉണ്ടവിടെ, നമ്മള് അതിന് കൂട്ടത്തിന് പോയ കണക്കായി. നന്നേ. ഓക്കെ ഓക്കെ. അല്ല ഞാനിത് സെൽവത് പിടിച്ചു വെച്ചാ. അച്ഛാ ഇത് ഏതായിരുന്നു? യമുനയാ യമുനയും ഗംഗയും ചേരുന്ന ഭാഗം എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കില്ലേ കൂടുതൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. നമ്മള് കൂടുതൽ ശ്രീരാന്താണ് ഇത്. എത്ര വേസ്റ്റ് ആണെന്ന് അറിയാം ഇവിടെ. എന്താ ഷൂട്ട് നന്നായിട്ടാ താഴ്ന്നു പോന്ന് കാലൊക്കെ. ഫ്രീ വരുന്നുണ്ട് ഇവിടെ. ഇവിടെ അഥവാ വേർപെട്ട് പോയാലേ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമുള്ള വർഷം. ഇതെങ്ങനെ ഇരിക്കുന്നത് നടക്കണത്? ഇത് പുണ്യനദിയാട്ടോ. ഇവിടെ കുളിച്ച എല്ലാ പാപങ്ങളും പോകുന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എല്ലാരും കുളിക്കണ്ട കേട്ടോ. ഒരാള് പോലും വീടാണ്ട് ഇവിടെ വരുന്നവർ മൊത്തം ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ ചെറിയ തോണികളൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് അപ്പുറത്തെ കരക്കൊക്കെ പോകാനായിരിക്കും കേട്ടാ. അപ്പുറത്തെന്തോ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വ്യക്തമായിട്ട് പറയാനേ പറ്റില്ല. അതിനെന്തിനാ പറ്റിക്കണ. പക്ഷെ ഇത് ഒരു കാടിന്റെ സംഭവമാണ് കേട്ടോ. ഇത് ഇവിടെ പലരും കുളിക്കുന്നുണ്ട്. അതായത് അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ഡ്രസ്സുമാരായിട്ട് നാട്ടിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയില്ല. കേക്കല്ലേ? അപ്പൊ കുറച്ച് റീൽസ് ഷോർട്ട് എടുത്ത് നോക്കും. നല്ലതല്ലേ ഗൈസ്? ഇവിടെ എല്ലാരും കുളിക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിന്റെ ഇടയിൽ കൂടെ നമുക്കത് ക്യാമറ ഓണാക്കാനൊരു മടി. കാരണം കുളിക്കുന്നവരിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട്. എല്ലാ പ്രായക്കാരിലും ഇവിടുന്നൊക്കെയാണ് ഡ്രസ്സ് മാറി കുളിക്കണത്. അപ്പോൾ അതിൽ ഡ്രസ്സൊന്നും ഇല്ലാണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കുന്നത് വലിയ നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളത് കുറേ സ്കിപ്പ് ചെയ്ത് അത് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കുറേ ഉണ്ട്. നമ്മൾ പലതും വിഷയം എടുത്തിട്ടില്ല. ഞങ്ങളെന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ സൈഡ് വന്നിട്ടാണ് ഇപ്പോൾ എടുക്കണത് കുറച്ച് ചില വിഷയങ്ങൾ. എന്തായാലും നല്ല വിഷയത്തിൽ മാത്രം നമ്മൾ എന്തായാലും വ്ളോഗിൽ അപ്ലോഡ് ചെയ്യണ്ട. ഇതുപോലത്തെ കുറേ ചെക്കന്മാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചേട്ടൻ ഒരു ചെറിയ പയ്യനാണ് നമുക്കത് കൂറിയോട്ട് തന്നത്.
ഇവരിങ്ങനെ അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. അതായത് ഞങ്ങളൊരു 10 രൂപ കൊടുത്തുള്ളൂ. അവർക്ക് പണിയും ഇല്ല. അവർ മഞ്ഞൾ വരട്ടും, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ റെഡ് ഒരു അച്ചു വെച്ചിട്ട് ഒരു കൂടി കൊണ്ടുവരും, അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വെള്ളം. അത്രയും കലങ്ങിയ വെള്ളം, അത്രയും വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം. ഇവരുടെ അതായത് ഭയങ്കര പുണ്യവെള്ളം എന്നൊക്കെയാണ് ഇവർ പറയണേ. അവിടെ മുതൽ, അതായത് നമ്മുടെ പ്രയാഗ്രാജ് സ്റ്റേഷൻ മുതൽ എല്ലായിടത്തും ഇങ്ങനെ ബോട്ടിൽസ് വിൽക്കുന്നുണ്ട്. അപ്പം അവർ ആ ബോട്ടിൽസ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടുപോകും. കാരണം എല്ലാവരും കയ്യിലും വെള്ള ബോട്ടിൽസ് ഉണ്ട്. അത് ഇത് വെള്ളം നിറച്ചു കൊണ്ടുപോകും. അതിങ്ങനെ നല്ല വെള്ളമാണ്, നല്ല ജലമാണെന്നൊക്കെ എന്തൊക്കെയോ വിശ്വാസങ്ങളാണ്. പല പല വിശ്വാസങ്ങളല്ല ഒരു സ്ഥലത്തും. അതുപോലെ ഇവിടെ അങ്ങനെ കുറേ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഓമൈഗോഡ്, ഇവിടെ വിളക്കൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കത്തിച്ച് വെച്ചിട്ട്. ഇവർക്ക് പേടിയാണ്. പിന്നെ എന്തിനാ ഇറങ്ങുന്നു? ഇവിടെ ഒന്നും വെള്ളമില്ല കേട്ടാ. ഇത് അവിടെയൊക്കെ മുട്ട് വരെ ഉള്ളു സംഭവം. എല്ലാം നല്ല വൈബാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഇറങ്ങണം. മച്ചിറങ്ങുന്നുണ്ടോ? മച്ചിറങ്ങുന്നുണ്ടോ? ആരും ഇറങ്ങുന്നില്ല. അതെ, സോറി, ഞങ്ങളുടെ ഇറങ്ങൂല. ഇവര് ഇങ്ങനെ ഫുള്ള് വൈബാക്കുന്നുണ്ട്. സംഭവം തെറ്റാന്ന്. എല്ലാം ഓരോരുത്തരുടെ വിശ്വാസം. നല്ല രസം കേട്ടോ. ഭയങ്കര വൈബാണ്. അവിടെ ഇങ്ങനെ സൂര്യാസ്തമയം കാണാം. അതിൻ്റെ ഉള്ളിൽ കുളി. വെള്ളത്തിന് തണുപ്പുണ്ടോന്ന് പോലും നമുക്കറിയില്ല. അവിടെ സൂര്യാസ്തമയം, സൂര്യന്റെ തൊട്ടപ്പുറത്ത് പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതെവിടുന്ന് അവിടെ എങ്ങോട്ട് ഇറങ്ങുക എൻ്റെ മോനെ. ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസം. പിന്നെ അവിടെ ബലൂണൊക്കെ ആയിട്ട് പേരുണ്ടാകാം. ബലൂൺസ്, അത് ഹൈഡ്രജൻ ബലൂൺ, അതെന്തോ വേറെന്തോ സെറ്റപ്പാണ്, പ്രൊമോഷൻ്റെ പരിപാടിയാണ്. പക്ഷെ അവിടെ ഈ ഇതുണ്ട് കേട്ടോ, പാരാഗ്ലൈഡിങ്. അത് മറ്റേ ബോട്ടിൽ വിളിച്ചിട്ട് പോകുന്ന പരിപാടി. അതങ്ങനെ ആവാനാണ് ചാൻസ് കേട്ടോ. ഭയ്യമാരിലെ എജ്ജാതി സന്തോഷത്തിലാക്കിയ എന്തോ സ്വർണ്ണം എന്ന് പറഞ്ഞ ലോട്ടറി അടിച്ച ഫീലാണ്. ഇപ്പ വൈബ് എന്താ പാവങ്ങൾ കഴുകി കളഞ്ഞിട്ട് സന്തോഷം. ഞങ്ങൾ പാവങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ പാവങ്ങൾ കഴുകി കഴിഞ്ഞ വെള്ളം അവര് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ പാവങ്ങളിൽ കയറിയില്ല. പിന്നെ എത്ര ആൾക്കാരുടെ പാവങ്ങളല്ലേ ഉണ്ടാവുക? ലോകത്തിലെ എല്ലാ ആൾക്കാരുടെയും പാവങ്ങളും ഉണ്ട് കേട്ടോ. കൂടുതൽ നമ്മളെ ഈ ഇന്ത്യയിലെ ആൾക്കാരാണ്. സൗത്ത് അല്ല, നോർത്തിലെ ആൾക്കാർ. കുറി വെട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈബുണ്ട്. ശ്രീരാം തന്നെയല്ലേ? ആ, ശ്രീനാഥ് ഞാൻ പറഞ്ഞേ. അപ്പൊ അതില്ല, ശ്രീരാമേ ഉള്ളൂ. നമ്മള് പിന്നെ നടന്നിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടോ. അതായത് നമ്മൾ ആ ലാസ്റ്റിന്നാ വന്നത്. കൊറേ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ അഘോരികളെ തപ്പിയെടുക്കട്ടെ. അഘോരികളെ എവിടെ പോയി വെച്ചാ? നമ്മൾ അഘോരികളെ കണ്ടില്ല. നമ്മളെ ടൈം ആദ്യ ഇവിടെ ഉള്ളതെല്ലാം എന്തോ ഉടായിപ്പ അഘോരിക്ക്. ഇവിടെ മൊത്തം ഇങ്ങനെ കുറെ ചേച്ചിമാരും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കുറികളിടുന്ന ആൾക്കാരും പോലീസും. ഇതാ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടോ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയതുകൊണ്ട് ഇത് എത്ര നടന്നാലും തീരുവാന്ന് ഒരു പിടുത്തില്ല. എത്ര ഏക്കറാണ് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത രീതിയിലാണ് പടം നടക്കുന്നത്. ഇതൊക്കെ എന്താണ്? എത്ര ഡ്രസ് ഉണ്ടാവില്ല ഇവിടെ വേസ്റ്റ് ആണ്. എത്ര വേസ്റ്റ് ആണ് ഉണ്ടാവുക. ഇതാരാ നഗോരിയാണോ? ചുമ്മാ അവിടെയും കുളി ഇവിടെയും കുളി തന്നെ. ഏടെ മൂലക്കോരം കുളി ഇതന്നെ, വേറെ ഒന്നുമില്ലല്ലേ. എനിക്ക് സ്ത്രീക്കും വണ്ടടിച്ചിരിക്കുകയാണ്. അതായത് എന്താ പറയാന്നൊരു പിടുത്തില്ല. അതായത് പല സ്ഥലത്തുള്ള പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇത്രയും ദൈവഭക്തി എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ നദിക്കരയിൽ ഗംഗയിൽ യമുനയിൽ ഇങ്ങനെ ഇറങ്ങി ആസ്വദിച്ച് കുളിച്ച് അവിടുന്ന് രണ്ട് വലിയ ബോട്ടിലൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. അത് 5 ലിറ്റർ 10 ലിറ്റർ കാച്ചേരി വെള്ളം. എന്നിട്ട് ഇവർ ചുമന്നുകൊണ്ടാണ് പോകണത്. അത് ചുമന്നുകൊണ്ട് പോകണം. അത്രയും 5-6 കിലോമീറ്ററൊക്കെ.
എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ എനിക്കൊരു വൃത്തില്ല. ഇത് ഞാൻ പറയുന്ന പോലെ എനിക്ക് കേൾക്കുന്ന എനിക്ക് അറിയാടാ. അജ്ജാതി കാണുകയാണെങ്കിൽ അജ്ജാതി അജ്ജാതി നമ്മളെ കണ്ണോട് കാണുന്നതിന് അപ്പുറം വരെ കാണാണ്. ഐഫോൺ പോലെ. പിന്നെ എല്ലായിടത്തും ശൗചാലയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോലീസുകാരുണ്ട്. ശൗചാലയം എല്ലായിടത്തും ഉണ്ട്. ഡ്രസ്സ് മാറാനും ഗേൾസിന് സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലങ്ങളും അത് ഇതൊക്കെ ഉണ്ട്. അയ്യോ ഇതെങ്ങനെ എൻ്റെ മോനെ ഞങ്ങളൊന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. ഇത് അപ്പുറത്തെ അവിടെ അമ്പലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ കറങ്ങി പോവാണ്, പറ്റില്ല. മുടിയാതെ എൻ്റെ എന്നതാ എൻ്റെ സൗണ്ട് ആയിരിക്കാണ്. എനിക്കിത് പറയാൻ പറ്റുള്ള അമ്പലാണ്. ഞാനിത് എങ്ങനെ പറഞ്ഞു വരുന്നില്ല. നമുക്ക് എങ്ങനെയൊക്കെയാണത്. അയ്യോ ഞങ്ങളുടെ കാര്യം മൊബൈലിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഫൂട്ടേജ് എടുക്കാനും പറ്റില്ല. നമുക്ക് ചില സ്ഥലത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് ക്രൗഡാണ്, പേടിയാവും ഫോൺ എടുക്കാൻ. പക്ഷെ പിന്നെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ മാക്സിമം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് അതായത് ഒരുപാട് ക്രൗഡ് ആയിരുന്നുണ്ട്. ഞങ്ങൾ 2-3 കിലോമീറ്റർ നടന്നിട്ട് ഇവിടെ എക്സ്പോ പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കൂടെ കണ്ടിട്ട് പോയേക്കാം, എന്തായാലും വന്നല്ലേ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സാധനം, അതായത് മെയിൻ എൻട്രൻസ് അപ്പത്താണ്. ഞങ്ങളൊരു ഷോർട്ട് വഴി കൂടെ ഇങ്ങനെ ചാടിയാണ്. ഇവിടെ കുറേ ഇങ്ങനെ പെപ്സി, അത് ഇത്, കൊക്കക്കോള, തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം വെച്ചിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പൈസ കൊടുക്കണം. കൊക്കക്കോളയുടെ എന്തോ ബ്രാൻഡ് പരിപാടിയൊക്കെ ആയി, എന്തോ പ്രൊമോഷൻ എന്ത് തന്നെയാണോ, എന്താ രസമുണ്ട് കാണാൻ. പക്ഷേ പോവാം. ഇത് കൊള്ളാല്ല. ഞാൻ വെച്ച് മറ്റേ ബോളൊക്കെ എറിയുന്നില്ലേ, അതങ്ങനത്തെ പരിപാടി പോലെ ഉണ്ട്. ആ മാത ചാർജഡ് ഫണ്ടാന്നോ എന്താ പറയാ, ഫാൻഡ. ഗെയ്സ് അങ്ങനെ നമ്മള് പ്രയാഗ്രാജ് സ്റ്റേഷനോട് വിട പറയാട്ടോ. നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നാണ്. അപ്പോൾ നമുക്കിത് ട്രെയിൻ സമയമായി ഡൽഹിക്ക്. അപ്പോൾ ഞങ്ങൾ പോണേ. ഓക്കെ ടാറ്റാ ബൈ ബൈ. സൗണ്ടൊക്കെ കഥം ഓക്കെ ബൈ. സൗണ്ടൊക്കെ പോയി ഗെയ്സ്. അപ്പോൾ ഓക്കെ ബൈ.